ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഹാപ്പി വിഷു. ഇന്ന് വിഷുവായിട്ട് എന്താ നമുക്ക് സ്പെഷ്യൽ ഫുഡ്? സ്പെഷ്യൽ ഒന്നുമില്ല, സാധാരണ ഉള്ള പോലെ തന്നെ. സ്പെഷ്യൽ ഒന്നും ഇല്ലേ? അവിയല്, കൂട്ടുകറി, പച്ചടി, പിന്നെ പായസം. എന്താ പിന്നെ ഇതെന്താ രണ്ടു വട്ടം അവിയലുണ്ടാ? ട്രിവാൻഡ്രം സ്റ്റൈലാണോ കണ്ണൂർ സ്റ്റൈലാണോ? കണ്ണൂർ സ്റ്റൈൽ നമ്മൾ വെക്കുക. എന്താ ട്രിവാൻഡ്രം സ്റ്റൈൽ വെച്ചാല്? ട്രിവാൻഡ്രം സ്റ്റൈൽ അവിയൽ നമുക്ക് ഇഷ്ടല്ലേ? അന്ന് ദേവുവിന്റെ വീട്ടിൽ നിന്ന് കൂട്ടത്തോടുകൂടി നമുക്ക് മതിയായിരുന്നല്ലേ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെല്ലാം വിഷുവെല്ലാം നല്ല രീതിയിൽ ആഘോഷിച്ചത് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പടക്കം പൊട്ടിക്കാനെല്ലാം ഞാൻ പുറകിൽ പോകണം. എൻ്റെ കസിൻസിൻ്റെ അടുക്ക കൂടി പോയിട്ടില്ലാതെ ഞാൻ പൊട്ടിക്കാറുള്ളത്. പക്ഷെ എന്ന് വെച്ച് ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഒരു കുഞ്ഞു സുന്ദരി പെണ്ണുണ്ട്. എന്തായാലും ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. പടക്കെല്ലാം പൊട്ടിച്ചില്ലേ നമ്മള് രാവിലെ? ഇനിയും പൊട്ടിക്കണ്ടേ? രാത്രി പൊട്ടിക്കൂ. നമ്മളെ കണ്ണൂർ സൈഡിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വിഷുവിന്റെ പരിപാടികൾ ആഘോഷിക്കുക. നിങ്ങൾക്കറിയാലോ, കണ്ണൂർ മെയിൻ പറയുന്നത് തന്നെ എന്താന്ന് ഞാൻ പറയുന്നില്ല. ആ പരിപാടിയെല്ലാം കുറേ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി ഒരു സാധനം കൂടി വരാനുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു ഗംഭീര പരിപാടിയിലൂടെയാണ് നമ്മൾ ഈ ഏരിയയിലെല്ലാം പൊതുവെ എല്ലാം വിഷുവെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്നലെ ഞാനിവിടെ നടത്തിയിട്ടുള്ള കുറച്ച് കലാപരിപാടികളുണ്ട്. നിങ്ങൾ ആദ്യം അതെല്ലാം കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് തന്നെ ഗജേന്ദ്ര ഗുണ്ട്. ചെവിടടിച്ചു പോയി. ഗുണ്ട് കോബ്ര. മെഗാ ഐറ്റം. ഏതാ ഐറ്റം എന്നറിയില്ല. ഇത് കത്തിക്കണ്ടേ? പൂക്കുറ്റിയല്ലേ? ഇനി നമുക്ക് കുടം കത്തിക്കാം. കൊടുത്തോ. അതിൽ കൊടുക്കേ. ഇതെന്താ പാളിയാ? തീർന്ന 12 എന്ന് പറഞ്ഞിട്ട് 1 2 3 4 5 6 7 എണ്ണം പൊട്ടാൻ ബാക്കിയുണ്ട്. 8 എണ്ണം പൊട്ടിയില്ലപ്പാ. 1 2 3 4 5. എന്റെ അടുത്തുനിന്ന് ഞാൻ എണ്ണിപ്പോ അതല്ലേ 4. എന്റെ അടുത്തുനിന്ന് ഞാൻ എണ്ണിപ്പോ അതല്ലേ 4. എന്റെ ഇടയിലെ ശരി, എന്റെ ഇടം ശരിയായിക്കൂടെ? 5 എണ്ണം പൊട്ടിയത്. ശ്രീമേഷ് ഏട്ടാ, നാടയുണ്ട്. നാട വെച്ച് കൊടുത്താ പോലെ. ഇവിടെ കൊടുത്താൽ മതി. കൊടുത്തോ. മറ്റേതെന്താ ഈ സാധനം? അല്ല, ഇതിനോട് അധികം കളിക്കണ്ട. അന്നാന്ന് അത് മേലെ പോയി പൊട്ടുന്നതല്ലേ? ബോംബൊന്നും അല്ലല്ലോ. അങ്ങനെയല്ല. പണ്ടാൽ ശ്രീമേശേട്ടനെ ചെവിട്ടുന്നതിനും പുക പോന്ന്. അങ്ങനെ നോക്കല്ലേ, ചെരിച്ചു വെക്ക്. പൊന്നോ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി പുലർച്ചക്ക് കത്തിച്ചോ. നമുക്ക് പുലർച്ചക്ക് കണിയെല്ലാം കണ്ടിട്ട് അടുത്ത സെറ്റ് പൊട്ടിക്കാം. അപ്പൊ എല്ലാവരും കണിയെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടി കൂട്ടിക്കെത്തിട്ട് പൊട്ടിക്കാം, തീർത്തേക്കാം. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് സാധനം മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് കുത്തിരിയുണ്ട്, കുറച്ച് കമ്പിത്തിരിയുണ്ട്, ഒരമുട്ടും 2 ബോംബും. ബാക്കിയല്ല ഇന്നലെ തന്നെ പൊട്ടിച്ച് തീർത്ത്. ഇനിയിപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പാടിയാ? കൊള്ളാം. ഏതെങ്കിലും പടക്കത്തിലുണ്ടോ ഈ പണ്ടാരം പിടിച്ച സെലോ ടാപ്പെല്ലാം വെച്ചിട്ട് ആരെങ്കിലും ചെയ്യുന്ന? ഇനി ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം റോക്കറ്റ് ലോഞ്ചർ. ഇതോടുകൂടി ഇന്നത്തെ വെടിക്കെട്ട് അവസാനിക്കും. അയ്യേ, ചീറ്റിപ്പോയി. ഇത് മറ്റേ ഗുണ്ടാണ് വേല പോയി പൊട്ടുന്നത്.
ഇപ്പൊ ഇന്നത്തെ വെടിക്കെട്ട് കഴിഞ്ഞു. ബൈ. ഞാൻ നേരത്തെ പറയാനുള്ള പോലെ തന്നെ ഭയങ്കര ചൂടാണ് പുറത്ത്. ഇപ്പൊ 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പുറത്തിറക്കി പോയത്. അതിപ്പോ ഇങ്ങനെ കാണുന്നില്ല, കംപ്ലീറ്റ് ഒരുമാതിരി പരുവായി പോകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും എല്ലാം പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു സേഫസ്റ്റ് ടൈമിൽ പോകാൻ വേണ്ടി നോക്കുക. ഒന്നിക്കലും മോർണിംഗ് പോവുക അല്ലെങ്കിൽ ഈവനിങ് പോകാൻ വേണ്ടി നോക്കുക. നട്ടുച്ച സമയത്തല്ല എവിടെയെങ്കിലും കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടിരിക്കേണ്ടി വരും. തൽക്കാലം ഇവിടെ ഒരു മഴ പെയ്യോ ഇല്ലയോ എന്ന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കാത്തിരിക്കാം, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓ, ഞാൻ അറിയാണ്ട് ഇവിടുന്ന് രസ്നിയും കലക്കി കുടിക്കുന്ന പരിപാടിയല്ലേ. ഞാനൊന്ന് ചൂടെടുത്തിട്ടൊന്ന് 2 നേരം മയങ്ങുമ്പോൾ അവിടെ ഒരാൾ രസ്ന കലക്കാൻ പോകുന്ന ഗൈസ്. ചോറായമ്മ എന്നെ വിശക്കുന്നു. അമ്മ വിശക്കുന്നമ്മ, കഴിക്കണ്ടേ അമ്മേ? ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അമ്മക്ക്, വേറെ ആരും ഇല്ല. എന്താ എനിക്കിന്ന് നിലത്തിരുന്നിട്ട് കഴിക്കണം. എപ്പോഴും എല്ലാ വീട്ടിലും ഞാൻ കാണുന്നത് അത്. എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെങ്ങായിമാരുടെ സ്റ്റാറ്റസ് എല്ലാം എല്ലാവരും മേശയിലിരുന്ന് കഴിക്കല്. പണ്ടെല്ലാം നമ്മൾ ചെറുപ്പത്തിൽ നിലത്തിരുന്നിട്ടല്ലേ കഴിക്കല്. ഞാൻ ഇന്ന് അതേപോലെ തന്നെ കഴിക്കും. അമ്മ നിലത്ത് തന്നെ ഇല വെച്ചെന്ന്. ഇതാണ് നമ്മളെ ഇവിടുത്തെ അവിയല്. ഇപ്പം കണ്ടില്ലേ ഗൈസ്, ഇപ്പൊ ഇവിടെ ചുറ്റിലും ആരും ഇല്ല, ഞാൻ മാത്രം ഒറ്റക്കായി. പണ്ടാവുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് നല്ല സന്തോഷത്തോടെ കഴിക്കില്ല. ഈ വിഷു നമുക്ക് ഇങ്ങനെയെങ്കിലും ആഘോഷിക്കാം. അടുത്ത തവണ സീൻ ഉണ്ടായിരുന്നു. അടുത്ത തവണ ദേവ് വന്നിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ട് പോവാം. തൽക്കാലം ഇപ്രാവശ്യം ഇങ്ങനെ തന്നെ പോകും. ഇതാണ് നമ്മുടെ കണ്ണൂരിലെ ഏകദേശമുള്ള സത്യ. ഇങ്ങനെയൊന്നുമല്ല, കുറേ ഐറ്റംസ് ഉണ്ട്. അമ്മ ഒറ്റക്കുള്ളതുകൊണ്ട് കംപ്ലീറ്റ് ഒന്നും ആക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇത് അവിയൽ, കൂട്ടുകറി, പച്ചടി, അച്ചാറ്, സാമ്പാർ, ഇനി ഒരു പപ്പടവും വരുന്നുണ്ട്, പിന്നെ പായസവും ഉണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് വരാം. നമ്മളങ്ങനെ പടക്കം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാസ്റ്റ് വിഷുവിൻ്റെ കലാശക്കൊട്ടിന് വേണ്ടി വന്നിട്ടുള്ളത്. ടൗണിൽ നോക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല. വെയിൽ വന്നു. നമുക്ക് സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഗംഭീര വെടിക്കെട്ടിൻ്റെ ഭാഗമായിട്ട് 25,000-ൻ്റെ സാധനമുണ്ട് ഇറക്കിയിട്ട്. ഇനി ഇതെല്ലാം നിന്ന് കൂട്ടിക്കത്തി പൊട്ടിക്കും. അവിടം തൊട്ട് അങ്ങും കഴിഞ്ഞ് അതിൻ്റെ അങ്ങോട്ടേക്ക് വരെ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബോംബ് കാര്യങ്ങൾ, ഈ സാധനങ്ങളെല്ലാം ചെയ്യണം. എൻ്റെ പിന്നെ ഫ്രണ്ട് വിഘ്നേഷ് കുറച്ച് ബോംബായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി കൂട്ടിപ്പൊട്ടിക്കണം. ഒരു 1.5 പൊട്ടിക്കലാക്കണം. ഗൈസ്, ബോംബും കൊണ്ട് ഇതാ വിഘ്നേഷ് വരുന്നുണ്ട്. ഒരു പെട്ടി ബോംബുമായിട്ടാണ് വിഘ്നേഷ് വന്നിട്ടുള്ളത്. ഇത്രയുണ്ട്, 2 ഉണ്ടാ എൻ്റെ വിഘ്നേഷ്. എൻ്റെ വിഷു അടിപൊളിയാ, അടിപൊളി ആഘോഷിച്ചാ നല്ല സുന്ദരമായിട്ട്. ഇവൻ പന്തക്കലായതുകൊണ്ട് ഇവനെല്ലാം കുറഞ്ഞ പൈസക്ക് പടക്കം കിട്ടും. അതുകൊണ്ടാണ് പടക്കക്കാരുടെ അത് എടുത്തത്. മെയിന് ആർക്കെന്ത് പടക്കം മേടിക്കുന്നു വിഘ്നേഷിനെ സമീപിച്ചാൽ മതി. അപ്പോൾ ഫൈനലി ലാസ്റ്റത്തെ സെറ്റും നമ്മളിവിടെ കെട്ടിവെച്ച് ഇനി ഇതിൻ്റെ എല്ലാം കൂടി ഒരു ജോയിൻറ്റും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി സെറ്റായി. അല്ല വിക്കിയെല്ലാം അണഞ്ഞിരിക്കുന്നതാണ്. വെയിൽ കൊണ്ട് കരിഞ്ഞു മുകിഞ്ഞു പോയി. മുടക്കത്തെ വെയിലാണ്, സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും നമ്മളിത് പൊട്ടിച്ചു. എല്ലാവരും കാത്തു നിൽക്കുന്നതാണ്. നമ്മളിത് നേരെ തീ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഹാപ്പി വിഷു.